ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതിലെ 1ാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യനുകൾ 8ഓളം ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 മാർക്കിൻ്റെയും 2ൻ്റെയും 3 മാർക്കിനും ചോദിച്ച പല വർഷങ്ങളായി ചോദിച്ച ചില ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് എടുക്കുക, എന്നിട്ട് കൃത്യമായി എഴുതി വെക്കുക. ഒരു ബേസിക് പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യും, നമുക്കത് എഴുതി വെക്കാം. ഓക്കെ, സിറ്റുവേഷൻ പറയാണ്, സോൾഡ് എക്സ് സോൾഡ് ഗുഡ്സ് ടു വൈ. നിങ്ങൾ എഴുതി വെക്കണം, എക്സ് സോൾഡ് ഗുഡ്സ് ടു വൈ ഫോർ ₹10,000. for ₹10,000. X sold goods to Y for ₹10,000. And X drew a bill of exchange. X drew a bill of exchange. Bill of exchange. Okay. എന്നിട്ട് എഴുതാം, on maturity date, on the maturity date, Y met the bill. Y met the bill. ഇതാണ് നമുക്ക് മുൻപിലുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മൾ ജേണൽ എൻട്രി എഴുതാൻ പോവാണ്, ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സ് വൈക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് വിറ്റിട്ടുണ്ട്, എന്നിട്ട് എക്സ് ഒരു ബില്ല് ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ മെച്യൂരിറ്റി ഡേറ്റിൽ പേയ്മെൻറ്റ് വൈ എക്സിന് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇൻ ദി ബുക്സ് ഓഫ് എക്സ് ആദ്യം എഴുതാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിനെ പകുതിയാക്കി 2 കോളായിട്ട് പ്രൊവൈഡ് ചെയ്യാം. 1ാമത്തെ കോളത്തിൽ ഇൻ ദി ബുക്സ് ഓഫ് എക്സ് എന്നും 2ാമത്തെ കോളത്തിൽ ഇൻ ദി ബുക്സ് ഓഫ് വൈ എന്നും എഴുതാം. 1ാമത്തെ കോളത്തിൽ ഇൻ ദി ബുക്സ് ഓഫ് എക്സ് എന്ന് എഴുതാം, മറ്റേ കോളത്തിൽ ഇൻ ദി ബുക്സ് ഓഫ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇൻ ദി ബുക്സ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരേ സമയം 2 ആംഗിളിൽ അക്കൗണ്ടൻ്റ് ആവാൻ പോവുകയാണ്. എക്സിൻ്റെ അക്കൗണ്ടൻ്റ് ആവും, നിങ്ങൾ വൈയുടെ അക്കൗണ്ടൻ്റ് ആവും. അപ്പോൾ എക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം എക്സ് വൈന് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ, ക്രെഡിറ്റ് സെയിൽ ചെയ്യുമ്പോൾ വൈസ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ എഴുതിക്കോളും, 10,000 അല്ലേ എമൗണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, വൈസ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ഇൻ ദി ബുക്സ് ഓഫ് എക്സിൽ ആദ്യത്തെ കോളത്തിൽ എഴുതാം, സെയിൽ ചെയ്യുമ്പോൾ എൻട്രിയാണ് വൈസ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് 10,000. ഇനി നമുക്ക് ആരുടെ ആംഗിളിലൊന്ന് ചിന്തിച്ച് നോക്കാം, വൈയുടെ ആംഗിളിൽ ചിന്തിച്ച് നോക്കാം. എക്സ് വൈക്ക് വിൽക്കുമ്പോൾ എക്സിന് സെയിലാണെങ്കിൽ വൈക്ക് പർച്ചേസ് അല്ലേ? ഓക്കെ, അപ്പോൾ വൈഡയിൽ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു എക്സ് എന്ന് എഴുതാം. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു എക്സ് 10,000 അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബില്ല് ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ ഇൻ ദി ബുക്സ് ഓഫ് എക്സിൻ്റെ ജേണൽ എൻട്രി. എന്താണ് ബില്ല് ഡ്രോ എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് ചെറുങ്ങനെ പറഞ്ഞു തരാം. അഥവാ എക്സ് വൈന് 10,000 രൂപയുടെ സാധനം വിറ്റിട്ടുണ്ട്. ഇനി വൈ എന്ന് പൈസ തരും എന്ന കാര്യത്തിൽ യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ല. അപ്പോൾ എക്സ് എന്ത് ചെയ്യാണ്, ഫോർ എ ഷ്യൂരിറ്റി, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ലീഗലി ഒരു സോളിഡ് എവിഡൻസ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആണ്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്? 1881 നോട്ട് ചെയ്യണം അതൊക്കെ കേട്ടോ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. കടം കൊടുക്കുമ്പോൾ നമ്മൾ ഭാവിയിൽ അയാൾ പൈസ തരാതിരിക്കുന്ന സമയത്ത് നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാനും ഫണ്ട് പെട്ടെന്ന് റേസ് ചെയ്യാനും തിരിച്ചെടുക്കാനും പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറ്റുന്ന ഒന്നാണെന്ത്, ഒരു ഷ്യൂരിറ്റി അല്ലെങ്കിൽ ഗ്യാരണ്ടിയാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ബില്ല് ആരാണ് എഴുതുക? ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പല കുട്ടികൾക്കും ഒരു തെറ്റായ ധാരണ, ഇത് സാധാ ഒരു ബില്ല്, നമ്മൾ ഇൻവോയ്സ് അല്ലെങ്കിൽ വൗച്ചർ സാധനം മേടിക്കുന്ന ബില്ല്, അങ്ങനെയല്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്, നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള ആൾ, സെല്ലർ, അയാളാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉണ്ടാക്കുന്നത്. അയാളെ നമുക്ക് ഡ്രോവർ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഇൻ ദി ബുക്സ് ഓഫ് എക്സ് എന്ന് എഴുതിയില്ലേ, അതിൽ ബ്രാക്കറ്റിൽ എഴുതാം ഇൻ ദി ബുക്സ് ഓഫ്, അല്ലേ? ഫസ്റ്റ് കോളത്തിന് ഇൻ ദി ബുക്സ് ഓഫ് എക്സ് എന്ന് എഴുതിയതിൻ്റെ ബ്രാക്കറ്റിൽ ഡ്രോവർ എന്ന് എഴുതാം. അതേപോലെ ഇൻ ദി ബുക്സ് ഓഫ്
വൈഡേൽ ബ്രാക്കറ്റിൽ ഡ്രോവി എന്ന് എഴുതി വെക്കാം. അപ്പോൾ 2 ടെക്നിക്കൽ ടേം നമ്മൾ പഠിച്ചു. ഡ്രോവർ ആരാന്നും പഠിച്ചു, ഡ്രോവി ആരാന്നും പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത്, അപ്പോൾ ഈ എക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബില്ല് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ബില്ല് ഡ്രോ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് പറയുന്നത്. എഴുതിക്കോളൂ, ഇൻ ദി ബുക്സ് ഓഫ് എക്സിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ. ബിൽസ് റിസീവബിളിന് നേരെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെബിറ്റ് ചെയ്തു. ബിൽസ് റിസീവബിൾ ഈസ് എ അസറ്റ്. അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെബിറ്റ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെബിറ്റ് ചെയ്തു. പിന്നെ വൈയുടെ നേരെ എഴുതാം, അസറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. നിങ്ങൾ നേരത്തെ സെയിൽ ചെയ്ത സമയത്ത് വൈസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നല്ല എഴുതിയിരുന്നത്. അപ്പോൾ വൈ അസറ്റ് ആയിരുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഡെബിറ്റാണ് ചെയ്തത്. ഇപ്പോൾ വൈ എന്നുള്ള ഒരു അസറ്റ് പോയി, പകരം മറ്റൊരു ബിൽസ് റിസീവബിൾ എന്നുള്ള അസറ്റ് വന്നു. ബിൽസ് റിസീവബിൾ എന്നുള്ള അസറ്റ് വേറെ ആരെങ്കിലും നമുക്ക് പൈസ തരേണ്ടതാണോ? അല്ല, വൈ തന്നെയാണ് നമുക്ക് എമൗണ്ട് തരേണ്ടത്. പക്ഷേ വൈക്ക് എന്തുണ്ടാവും, കുറച്ചുകൂടെ ഉത്തരവാദിത്തം ഉണ്ടാവും. അതിന് കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു 3 മാസമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അയാൾ തിരിച്ചു തരാം. അപ്പോൾ ബില്ലിൽ എപ്പോഴും ബില്ലിന് എന്തുണ്ടാവും, ഒരു ഇത്ര നമ്പർ ഓഫ് ഡേയ്സോ അല്ലെങ്കിൽ മിക്കവാറും മാസമാവും നമുക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ 2 months ആണെങ്കിൽ 2 months. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇനി അപ്പോൾ നമ്മൾ ഇൻ ദി ബുക്സ് ഓഫ് എക്സിൻ്റെയിൽ ബില്ല് ഡ്രോ ചെയ്യുന്നുള്ള എൻട്രി എഴുതിയിട്ടുണ്ട്. എന്താണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ. ഇനി ഇൻ ദി ബുക്സ് ഓഫ് വൈയുടെയിൽ പോവാം. ബില്ല് ഡ്രോ ചെയ്ത് ആ ബില്ല് ആര് അക്സെപ്റ്റ് ചെയ്യണം? വൈ അക്സെപ്റ്റ് ചെയ്യണം. ബില്ല് ഉണ്ടാക്കുന്നത് ആരാണ്? എക്സ് ആണെങ്കിലും ബില്ലിൽ സൈൻ ചെയ്യുന്നത് ആരാണ്? ഓക്കെ, ഐ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യുന്നത് ആരാണ്? ഡ്രോവി ആയ വൈ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബില്ലിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ഇന്ന സമയത്തിൻ്റെ 2 മാസം അഥവാ 2 മാസം എന്ന ഇന്നേ ദിവസത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് 2 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, വൈ എക്സ് ആണിത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അത് സമ്മതം മൂളിക്കൊണ്ട് സൈൻ ചെയ്യണം ആര്? വൈ. അപ്പോൾ വൈയുടെ ജേണൽ എൻട്രി എഴുതിക്കോളൂ. വൈ പർച്ചേസ് ചെയ്തപ്പോൾ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ് എന്നായിരുന്നു. അപ്പോൾ എക്സ് എന്നുള്ള ഒരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിരുന്നു, അതിനെ ക്രെഡിറ്റ് ചെയ്തതാണത്. ഇനി ആ ലയബിലിറ്റി കുറഞ്ഞ് മറ്റൊരു ലയബിലിറ്റി വരികയാണ്. അപ്പോൾ എൻട്രി എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ എഴുതിക്കോളൂ. എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ, എമൗണ്ട് 10,000. എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. ക്ലിയർ? അപ്പോൾ അത് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി ഓൺ മെച്യൂരിറ്റി ഡേറ്റിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വൈ മെഡ് ദ പേയ്മെൻ്റ് ആണ്. ആ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബില്ല് വൈ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് അടച്ചു. ഓക്കെ അല്ലേ? വൈ ആണല്ലോ ഇനി എക്സിന് കൊടുക്കേണ്ടത്, ബില്ലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് എക്സിൽ എഴുതിക്കോളൂ. ബില്ല് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ അതിനെ ഹോണേഡ് എന്നാണ് പറയാം. ടെക്നിക്കലി പറയുന്ന ടേം എന്താണ്? ഹോണേഡ്. അങ്ങനെയാണെങ്കിൽ എൻട്രി അറിയാം, നമുക്ക് എക്സിന് പൈസ കിട്ടും. അപ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സിൻ്റെ ബിൽസ് റിസീവബിൾ എന്നുള്ള ഒരു അസറ്റാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? അസറ്റ് കുറയും, ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി എഴുതിക്കോളൂ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ ഇൻ ദി ബുക്സ് ഓഫ് എക്സിലാണ് എഴുതുന്നത്. 3ാമത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൈഡ് എൻട്രി എന്താവും? എഴുതിക്കോളൂ, ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ അല്ലേ? ഇതാണ് പ്രൈമേർലി എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ നമ്മൾ ബില്ല് ഡ്രോ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ സെയിൽ ചെയ്ത ഡേറ്റ് നമുക്ക് അസ്യൂം ചെയ്യാം. നിങ്ങൾ എഴുതിക്കോളൂ 1/1/2019. ഓക്കെ അല്ലേ? അഥവാ ഇൻ ദി ബുക്സ് ഓഫ് എക്സിൽ ആദ്യത്തെ എൻട്രി വൈസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസിന് നേരെ അപ്പുറത്ത് എന്ത് ചെയ്യുക, ഡേറ്റ് കോളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് എഴുതിയിട്ടാൽ മതി. അതാ 1/1/2019. ഇതൊരു ക്വസ്റ്റ്യനിൽ പറയാം, ആ ബില്ല് ഡ്രോ ചെയ്തു എന്നല്ലേ, അവിടെ ഒരു ഹൈഫട്ട് 2 months എന്ന് എഴുതാം. 2 months ക്വസ്റ്റ്യനിൽ എക്സ് ഡ്രോ എ ബിൽ എന്ന് പറഞ്ഞില്ല, ഡ്രൂ എ ബിൽ, അതിന് നേരെ 2 months എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ബില്ലിൻ്റെ ഇനിയിപ്പോൾ അടുത്ത സെയിൽ ചെയ്ത ഡേറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റിൽ ഇൻ ദി ബുക്സ് ഓഫ് എക്സിൽ സെയിൽ ചെയ്ത ഡേറ്റ് 1/1/2019. ഇനി അടുത്തത് ഏതാണ്? ബില്ല് ഡ്രോ ചെയ്തതാണ്. ആ ഡേറ്റും സെയിം തന്നെ. 2ാമത്തെ ജേണൽ എൻട്രി ആയ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ എന്നുള്ളടത്തും എന്തെന്നാണ് ഡേറ്റ്? 1/1/2019. അത് എഴുതിക്കോ, 1/1/2019. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത്
ലാസ്റ്റ് ബില്ല് മെച്യൂരിറ്റി ഡേറ്റ് ആവും. എന്നാണ് ആ മെച്യൂരിറ്റി ഡേറ്റ് വരിക? 1/1/2019 മുതൽ അങ്ങോട്ട് 2 മാസം പിടിച്ചോളൂ. അപ്പോൾ ഫെബ്രുവരി 1 ആവുമ്പോൾ എന്തായി? 1 മാസമായി. മാർച്ച് ആവുമ്പോൾ എന്തായി? 2 മാസമായി. മാർച്ച് 1-ാം തീയതി ആണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു 3 ദിവസം കൂടെ എന്ത് ചെയ്യണം? കൂട്ടാം. ആ 3 ദിവസത്തിനെ പറയുന്നതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. അതൊരു ബോണസാണ്. ഓക്കെ അല്ലേ? യെസ്. അഥവാ ജാനുവരി 1, 2019 വൈ എന്ത് ചെയ്യാം പറഞ്ഞിട്ടുണ്ട്, ഇനി വരുന്ന 2 മാസം, ഓക്കെ അല്ലേ, ആ 2 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ 2 മാസം അത്രേ പോകാൻ പാടുള്ളൂ. ആ 2ാമത്തെ മാസത്തിൻ്റെ ആ ഡേറ്റിൽ ഞാൻ പൈസ തരുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ 1 മാസവും മാർച്ചിൽ എന്ത് ചെയ്യും? 2 മാസവും. അപ്പോൾ ഫസ്റ്റ് മാർച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ് ഉണ്ടാവുക അല്ലേ? ഫസ്റ്റ് മാർച്ച് 2019 അതിലാണ് ആ ഡേറ്റ് വരിക. പക്ഷേ ഫസ്റ്റ് മാർച്ച് അല്ല എഴുതുക, 4th മാർച്ച് എഴുതുക. ഓക്കെ അല്ലേ? എഴുതിക്കോളൂ. 3ാമത്തെ എൻട്രി ആയ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബിൽസ് റിസീവബിളിന് നേരെ 4th മാർച്ച് 2019. ഓക്കെ, 4th മാർച്ച് 2019. സാറേ ഫസ്റ്റ് മാർച്ചല്ലേ വരിക? ആണ് മക്കൾ, അങ്ങനെ തന്നെയാണ്. ഒരു 3 ഡേയ്സ് ഓഫ് ഗ്രേസ് പറഞ്ഞ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? 1 + 3 ആണ് = 4. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് ഈ ക്ലാസ് ഇങ്ങനെ കേട്ട് കാര്യമില്ല. നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ബാക്കിലേക്ക് പോയിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക? ആ നോട്ടും അതേപോലെ തന്നെ ക്ലാസ്സും കൂടെ മാച്ച് ചെയ്യുക. നോട്ട് എഴുതാത്തവർ എഴുതുക. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാം, മറ്റ് ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. ഓക്കെ. ജെയിംസ് സോൾഡ് ഗുഡ്സ് വർത്ത് ₹10,000 ടു രാജീവ്. ജെയിംസ് 10,000 രൂപയുടെ ഗുഡ്സ് രാജീവിന് വിൽക്കുന്നുണ്ട്. ആൻഡ് എ പ്രോമിസറി നോട്ട് വാസ് പ്രിപ്പയർഡ് ഫോർ ദ പീരീഡ് ഓഫ് 2 months ആൻഡ് വാസ് എൻഡോസ്ഡ് ടു റഹീം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, നമുക്ക് ചെറിയൊരു ഭാഗം കൂടെ പറയാനുണ്ട് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഇപ്പോൾ പഠിച്ചത്. ഇനി പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റുകൾ എഴുതി വെക്കാം. ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റുകൾക്ക് ഉദാഹരണമാണ് 1 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 2 പ്രോമിസറി നോട്ട്, 3 ചെക്ക് കൊടുക്കാറില്ല നമ്മൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ചെക്കൊക്കെ കൊടുക്കാറില്ലേ? ബൈക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുമ്പോൾ, അതുപോലെ ടിവിയും മറ്റു കോട്ടൊക്കെ എന്ത് ചെയ്യാണ്, കട്ടിലും മറ്റൊക്കെ, റെഫ്രിജറേറ്റർ അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ എടുക്കുമ്പോൾ ചെക്ക് കൊടുക്കാറുണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അതും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റ് ആണ്. കടത്തിന് എന്ത് ചെയ്യാണ്? ഒരു ഉറപ്പ്. ഇതാണ്. അങ്ങനെയുള്ള 3 പോപ്പുലർ ആയിട്ടുള്ള സാധനങ്ങളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ടും ചെക്കും. അപ്പോൾ ചെക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നതല്ലേ? യെസ്. അതേപോലെ ഒന്നാണിത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പക്ഷേ ചെക്ക് പോലെയല്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സാമ്പിളിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സ് വൈക്ക് സെയിൽ ചെയ്തു. അപ്പോൾ ആരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തത്? എക്സ് ആണ്. സെല്ലറാണ് എപ്പോഴും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുക. ഓക്കെ അല്ലേ? വൈ എന്ത് ചെയ്യാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുക. എന്നാൽ പ്രോമിസറി നോട്ടിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നത് ആരാന്നറിയോ? നമ്മുടെ എക്സാമ്പിളിൽ എക്സ് വൈന് വിറ്റ് കഴിഞ്ഞാൽ സെല്ലറായ എക്സ് അല്ല പ്രോമിസറി നോട്ട് ഉണ്ടാക്കുക, ബയ്യറാണ് ഉണ്ടാക്കുക. ബയ്യർ പറയും ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കുകയാണ്? സെല്ലറായ എക്സിന് കൊടുക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ബില്ല് എക്സ് എഴുതിയിട്ട് വൈക്ക് കൊടുത്ത് വൈ അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. എന്നാൽ പ്രോമിസറി നോട്ടാണെങ്കിൽ വൈ ആണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത് ഞാൻ ഇത്ര സമയം കൊണ്ട് തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് വൈ ആണ് പ്രോമിസറി നോട്ട് സെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും പ്രോമിസറി നോട്ടാണെങ്കിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒരുപോലെ. പ്രോമിസറി നോട്ടാണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഒരുപോലെയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ല ഡ്രോ ചെയ്തത് എന്താണ്? പ്രോമിസറി നോട്ടാണെന്നുണ്ടെങ്കിൽ ആരാണ് ഡ്രോ ചെയ്യുക എന്നുള്ളത്? പ്രോമിസറി നോട്ട് ഈ പറയുന്ന വൈ ആണ് എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? അത് പ്രത്യേകം നോട്ട് ചെയ്യാം. യെസ്. ഇനി അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനാണുള്ളത്. ജെയിംസ് 10,000 രൂപയ്ക്ക് ഗുഡ്സ് രാജീവിന് വിറ്റിട്ടുണ്ട്. പ്രോമിസറി നോട്ട് വാസ് പ്രിപ്പയർഡ് ഫോർ ദ പീരീഡ് ഓഫ് 2 months ആൻഡ് വാസ് എൻഡോഴ്സ്ഡ് ടു റഹീം. എൻഡോഴ്സ്ഡ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ.
ഇവിടെ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്തത് 2 മാസത്തിനാണ്. എത്ര മാസത്തിനാണ്? 2 മാസത്തിനാണ്. ആരാണ് ഇവിടെ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് വൈക്ക് വിറ്റ് കഴിഞ്ഞാൽ ബയ്യറാണ് എന്ത് ചെയ്യുക, അത് ചെയ്യുക. അപ്പോൾ ഇവിടെ ആരാണ് ചെയ്യുന്നുണ്ടാവുക? ജെയിംസ് സെയിൽ ചെയ്തു രാജീവിന്. അപ്പോൾ രാജീവാവും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക? പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത് എ പ്രോമിസറി നോട്ട് ഈസ് ഡ്രോൺ ബൈ. ആരാണ് പ്രോമിസറി നോട്ട് ഡ്രോൺ ചെയ്യുക എന്ന് ചോദിച്ചാൽ ആൻസർ ആരാ? ഡെപ്റ്ററാണ്. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജെയിംസ് സെയിൽ ചെയ്തിട്ടുണ്ട് രാജീവിന്. അപ്പോൾ രാജീവാണ് ഇവിടെ ഡെപ്റ്റർ അല്ലേ? ആ ഡെപ്റ്റർ ആണല്ലോ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്തത്. യെസ്. എന്നാൽ നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ആരാ? ജെയിംസ് ആണ്. ജെയിംസ് ആരായിട്ട് മാറും? ക്രെഡിറ്ററായിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഡെപ്റ്റർ ആണ് എന്ത് ചെയ്യുക? പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുക. എ ബിൽ ഈസ് നോട്ടഡ് വെൻ ഇറ്റ് ഈസ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ എക്സും വൈയുടെ അതേ സിറ്റുവേഷൻ തന്നെ എടുക്കാം. എക്സ് ബില്ല് എഴുതിയിട്ടുണ്ട്, വൈ പറഞ്ഞിട്ടുണ്ട് 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? തിരിച്ചു പൈസ കൊടുക്കുക എന്നുള്ളത്. ഇനി വൈക്ക് അത് പൈസ കൊടുക്കാതെ വരിക, അങ്ങനെ ഉണ്ടായിക്കൂടെ? വൈയുടെ കയ്യിൽ പൈസ അല്ല, വൈയുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ആ പൈസ കൊടുക്കില്ല. ആ കൊടുക്കാതെ വരുമ്പോൾ പൈസ കൊടുക്കുന്ന യഥാസമയത്ത് മെച്യൂരിറ്റി ഡേറ്റിൽ നമ്മൾ പറഞ്ഞു 4 മാർച്ച് അല്ലേ? മാർച്ച് 4-ാം തീയതിയാണ് 2019. ആ ദിവസം കൃത്യമായ പൈസ വൈ കൊടുക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനെ നമുക്ക് ഹോണേഡ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ഹോണേഡ്. എന്നാൽ ഈ ഡ്രോവി ആയ, നമ്മുടെ എക്സാമ്പിളിലെ ഡ്രോവി ആരാണ്? വൈക്ക്. ഡ്രോവറായ എക്സിന് ആ പറഞ്ഞ ദിവസത്തിൽ മെച്യൂരിറ്റി ഡേറ്റിൽ പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ഹോണർ എന്നാണ് വിളിക്കുക. എന്താണ്? ഡിസ്ഹോണർ. അങ്ങനെ ഡിസ്ഹോണർ ആയിക്കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഒരു സി എന്ന് പറയുന്നത്, ഡിസ്ഹോണേഡ് എന്നാണ്. ഈ ഡിസ്ഹോണേഡ് ആയിക്കഴിഞ്ഞാൽ ഒരു നോട്ടഡ് ബില്ല് നോട്ട് ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഈ ബില്ല് ഡിസോണറായി എന്നതുകൊണ്ട് ഈ ബില്ല് എന്ത് ചെയ്യണം? ഒരു നോട്ടറി പബ്ലിക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു അഡ്വക്കേറ്റ് ഗവൺമെൻറ്റിൻ്റെ നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം? ഈ ബില്ല് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് നടത്താൻ പറ്റിയിട്ടില്ല, അഥവാ ഡിസോണർ ആയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. അയാൾക്ക് ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കറിയാം 4-ാം തീയതി മാർച്ചിൽ 2019 വൈ എക്സിന് പൈസ കൊടുക്കണം. പക്ഷേ വൈ എക്സിന് പൈസ കൊടുത്തില്ല. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ ബില്ലുള്ളത് അല്ലേ? എക്സ് എന്ത് ചെയ്യും? ആ ബില്ലായിട്ട് ഒരു നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് ആ നോട്ടറി പബ്ലിക് അതിൽ എന്ത് ചെയ്യും? ഈ ബില്ല് ഡിസ്ഹോണർ ആയിട്ടുണ്ട്, അഥവാ മെച്യൂരിറ്റി സമയമായിട്ടും പൈസ ഡ്രോവർക്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ ആയിട്ടുണ്ട് എന്ന് അയാളെ കൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന് സൈൻ ചെയ്ത് മേടിപ്പിക്കണം. അതിനെ പറയുന്നതാണ് നോട്ടഡ് എന്നാണ് പറയുക. അപ്പോൾ ഈ നോട്ടഡ് എപ്പോഴാണ് നടക്കുന്നത്? ഡിസ്ഹോണേഡ് ആകുമ്പോഴാണ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ടു ബി അക്സെപ്റ്റഡ് ബൈ. ആരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുക? ഡെപ്റ്ററാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാറാണ് ഡെപ്റ്ററാണ്. നമുക്ക് നോക്കാം. എക്സും വൈ ആണ് എക്സാമ്പിൾ. എക്സ് ആണ് ബില്ല് ഡ്രോ ചെയ്തിട്ടുള്ള ഡ്രോവർ, വൈ ആണ് ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രോയി. ഓക്കെ അല്ലേ? അപ്പോൾ ആരാണ് അക്സെപ്റ്റ് ചെയ്യുക? ഡ്രോവി ആയ വൈ ആണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഡെപ്റ്റർ എന്ന് വിളിക്കും അല്ലേ? എക്സ് വൈക്ക് വിറ്റ് കഴിഞ്ഞാൽ വൈ എക്സിൻ്റെ ആരാണ്? ഡെപ്റ്ററാണ്. അടുത്ത്, ഓൺ 1st January 2018 Amal sold goods having list price of 15,000 at a trade discount 10% on credit to Benny. ഇവിടെ 15,000 രൂപയാണ് എന്ത്? ലിസ്റ്റ് പ്രൈസ്. അതിൻ്റെ 10% എത്ര വരും? 1,500. ആ 1,500 കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അമൽ സെയിൽ ചെയ്യുന്നത് ബെന്നിക്ക്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നുണ്ടാവുക? 15,000-ൻ്റെ 10% 1,500 ലെസ് ചെയ്താൽ 13,500 സെല്ലിംഗ് പ്രൈസ്. ഓക്കെ അല്ലേ? അപ്പോൾ ശരിക്കും സെയിൽസ് നടക്കുന്നത് ഏതിനാണ്? 13,500. ഇവിടെ ഏത് ഡിസ്കൗണ്ടാണ്? ട്രേഡ് ഡിസ്കൗണ്ടാണ് അല്ലേ? ഏതാണ്? ട്രേഡ് ഡിസ്കൗണ്ട്. ഓൺ ദി സെയിം ഡേ അമൽ എന്ത് ചെയ്തു? അമൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സെല്ലർ. ഡ്രോ എ 3 months ബിൽ ആഫ്റ്റർ ഡേറ്റ് ഫോർ ദ ഡ്യൂ ഡേറ്റ് എമൗണ്ട് ഇൻ ഫേവർ ഓഫ് ബെന്നി. ദ ബിൽ വാസ് ഡ്യൂലി അക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺ ബൈ ബെന്നി. ബേസ്ഡ് ഓൺ ദിസ് കേസ് ഫൈൻഡ് ഔട്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എമൗണ്ട് ഓഫ് ബില്ലാണ് 15,000 എഴുതരുത്. 15,000-ൽ നിന്ന് എത്ര 10% ലെസ് ചെയ്തിട്ടുള്ള 13,500 എഴുതാവൂ. അടുത്തത് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ബില്ലാണ്. ഈ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും. നോക്ക്, 1st January 2018 അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് 3 മാസം കണക്കാക്കുമ്പോൾ ഫെബ്രുവരിയിലേക്ക് 1 മാസം, മാർച്ചിലേക്ക് 2 മാസം, പിന്നെ ഏപ്രിലേക്ക് 3 മാസം.
ഏപ്രിൽ 1-ാം തീയതി എന്ന് പറയാൻ കഴിയില്ല, 3 ദിവസം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഏപ്രിൽ 4 2018 വരും, അല്ലെങ്കിൽ 4/4/2018 അല്ലേ. 4 മനസ്സിലായില്ലേ, 4-ാം തീയതി 4-ാം മാസം 2018. ഓക്കെ. അടുത്ത് ദ മേക്കർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ്. നോക്കൂ, എക്സും വൈയുടെ എക്സാമ്പിളിൽ എക്സ് ആണ് ബില്ല് ഡ്രോ ചെയ്തിട്ടുള്ള ആൾ, ബില്ല് മേക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഡ്രോവർ എന്ന് പറയുന്നത്. ആരാണ് അപ്പോൾ എക്സ്? അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രോവർ എന്നാണ്. ഓക്കെ, ഡ്രോവർ. ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ അഡീഷണൽ ഡേയ്സ് 3 ദിവസം കൂട്ടാറുണ്ട് അല്ലേ. ആഡഡ് വിത്ത് ദ പീരീഡ് ടു അറൈവ് അറ്റ് ദ മെച്യൂരിറ്റി ഡേറ്റ്. എത്രയാണ് ആ ദിവസം എന്നുള്ളതാണ് 3 days. ഓക്കെ, ആ ഡേയ്സിനെ പറയുന്നതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. എന്താണ് എഴുതി വെച്ചോളൂ? ഡേയ്സ് ഓഫ് ഗ്രേസ്. ഡേയ്സ് ഓഫ് ഗ്രേസ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഗിവൺ ഡോക്യുമെൻ്റ്. താഴെ ഒരു ഡോക്യുമെൻ്റ് തന്നിട്ടുണ്ട്. അഗർവാൾ 50,000 എറണാകുളം, പിന്നെ 2 May 2018, 4 months ആഫ്റ്റർ ഡേറ്റ്. ഐ പ്രോമിസ് ടു പേ. ഐ പ്രോമിസ് ടു പേ ശ്രീ പീറ്റർ ഓർ ഓർഡർ എ സം ഓഫ് ₹50,000 ഓൺലി ഫോർ വാല്യൂ റിസീവ്ഡ്. ഇത് പ്രോമിസറി നോട്ടാണ്. ഇതൊരു പ്രോമിസറി നോട്ടാണ്. ഇതെങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. ഐ പ്രോമിസ് ടു പേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു തരാം? പേയ്മെൻറ്റ് കൃത്യമായി അടക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.